ഹായ് ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനൽഡയാണ്. നമുക്ക് വളരെ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ, അതായത് നമ്മളുടെ കയ്യിലുള്ള ഒരു എമൗണ്ടിന്, ഇനി നമ്മളുടെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ പോലും നമുക്ക് തുടങ്ങാൻ പറ്റിയൊരു ബിസിനസ്, എന്നാൽ നമുക്ക് തുടങ്ങി നല്ല രീതിയിൽ വിജയിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസ് നോക്കുന്നതിന് മുമ്പ് ഈ ഒരു ബിസിനസ് ചെയ്ത് സക്സസ് ആയിട്ടുള്ള ഒരു ലേഡിയുടെ സ്റ്റോറി കൂടി ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. കമൽ എന്നാണ് പേര് വരുന്നത്. വെറും 10 രൂപയ്ക്ക് തുടങ്ങിയ ഒരു ബിസിനസ്സാണ്. എന്നാൽ ഇന്ന് ദിവസം ഏകദേശം 3000 രൂപ പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലോട്ട് ആ ഒരു ബിസിനസ് മാറിയിട്ടുണ്ട്. അതുകൂടാതെ ഒരുപാട് അവാർഡും ഈ ഒരു സ്ത്രീക്ക് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം ഒന്നുമില്ലായ്മയിൽ നിന്നാണ് അവർ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഇന്നത്തെ നിലയിലോട്ട് ആക്കി എടുത്തിട്ടുള്ളത്. ഈ ഒരു ബിസിനസ് കൂടാതെ തന്നെ അവർക്ക് ഇന്ന് 6ഓളം മറ്റ് ബിസിനസ്സും ഉണ്ട്. അതിൽ നിന്നും അവർക്ക് നല്ല രീതിയിൽ ഏണിങ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നു അവരുടെ ബിസിനസ്, നമ്മൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു ബിസിനസ് തുടങ്ങുന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ നമ്മളുടെ വീഡിയോയിലോട്ട് പോകാം. അതിനുമുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബിസിനസ് ഡീറ്റെയിൽസ് ഒക്കെയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാം എന്താണ് ബിസിനസ് എന്നുള്ളത്. അതായത് മാനുഫാക്ചേഴ്സിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം അവർ നിർമ്മിക്കുന്ന പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ നിൽക്കേണ്ടത്. നമ്മൾക്ക് ഇവരുടെ പ്രോഡക്റ്റ് അതല്ലെങ്കിൽ സർവീസ് മാർക്കറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ എങ്ങനെയാണ് ഇത്തരത്തിൽ പ്രോഡക്റ്റ് നിർമ്മിക്കുന്ന മാനുഫാക്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നത്? ഞാൻ പറഞ്ഞു നമുക്ക് 1 രൂപ പോലും ഇല്ലെങ്കിലും ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളത്. നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പ്രോഡക്റ്റ് വിൽക്കുന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസിലോട്ട് പോകാം. നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് തന്നെ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് നിർമ്മിക്കുന്ന ആളുകൾ ഉണ്ടാവും, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർവീസ് ചെയ്ത് കൊടുക്കുന്ന ആളുകൾ ഉണ്ടാവും. ഇപ്പൊ നിസ്സാരം ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് എങ്കിലും നടത്തുന്ന ഒരു സ്ഥാപനം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഒരു സ്ഥാപനത്തിൽ ചെന്ന് അവരുമായിട്ട് സംസാരിക്കുക. നിങ്ങളുടെ പ്രോഡക്റ്റ് ഞങ്ങൾ മാർക്കറ്റ് ചെയ്ത് തരാം, ഞങ്ങൾക്ക് ഇത്ര രൂപ എമൗണ്ട് കമ്മീഷൻ തന്നാൽ മതി എന്ന് പറഞ്ഞ് ഒരു ഡീൽ ഉറപ്പിക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു പ്രോഡക്റ്റ് വിൽക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒന്നെങ്കിൽ വീടുകൾ കയറി ഇറങ്ങി വിൽക്കാനായിട്ട് സാധിക്കും. ഇനി അതിന് മടിയുള്ളവരാണെങ്കിൽ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ക്ലീനിങ് ഐറ്റംസ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയിൽ നിന്നാണ് നമ്മൾ ഇത്തരത്തിൽ ക്ലീനിങ് പ്രോഡക്ട്സ് എടുക്കുന്നതെങ്കിൽ എത്രയോ ആളുകളാണ് വീടുകൾ കയറി ഇറങ്ങി ഇത്തരത്തിലുള്ള ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ വിൽക്കുന്നത്. നമ്മൾക്കും അത്തരത്തിൽ വിൽക്കാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് നമ്മളുടെ പ്രോഡക്റ്റിനെ ഓരോ ആളുകളുടെ വീട്ടിലോട്ടും നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചാൽ മതി. ഫേസ്ബുക്കിൽ തന്നെ ഇത്തരത്തിൽ പ്രോഡക്റ്റ് വിൽക്കുന്ന ഒരുപാട് പബ്ലിക് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ ഉണ്ട്. അത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ വഴി നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് വിൽക്കാനായിട്ട് സാധിക്കും. ഈ ഒരു ക്ലീനിങ് പ്രോഡക്ട്സ് മാത്രമല്ല, നമുക്ക് ഏത് ടൈപ്പിലുള്ള പ്രോഡക്റ്റും അതല്ലെങ്കിൽ സർവീസും ഈ ഒരു രീതിയിൽ ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ കുറച്ചുകൂടെ സ്കില്ലുള്ളവരാണെങ്കിൽ വെബ്സൈറ്റ്, മൊബൈൽ ആപ്പ് ഒക്കെ ഇത്തരത്തിൽ നമുക്ക് റീസെല് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ IT കമ്പനീനെ കോൺടാക്ട് ചെയ്യാം, അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സർവീസ് ചെയ്തു കൊടുക്കുന്ന ആളുകളെ കോൺടാക്ട് ചെയ്യാം. തീർച്ചയായിട്ടും അവർ നിങ്ങൾക്ക് സപ്പോർട്ട് തരുന്നതാണ്. തീർച്ചയായിട്ടും നമ്മൾക്ക് അവരുടെ സർവീസ് റീസെല് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷനൊക്കെ ഇത്തരത്തിൽ റീസെല് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു വർക്കിൽ നിന്ന് തന്നെ നമുക്ക് 5000 രൂപയോളം ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളുടെ സ്കില്ലിനനുസരിച്ച് നമുക്ക് ഈ ഒരു ബിസിനസ്സിനെ നമുക്ക് മോഡിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ബിടെക് പഠിച്ചിട്ടൊക്കെ ഒരുപാട് ആളുകൾ വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുന്നുണ്ട്. അവർക്കൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു IT ഫീൽഡിലുള്ള റീസെല്ലിംഗ് ബിസിനസ് നോക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് സ്റ്റിച്ചിങ് ആണ് ഇഷ്ടമെങ്കിൽ, ഇനി നിങ്ങൾക്ക് സ്റ്റിച്ചിങ് അത്ര നന്നായിട്ട് അറിയില്ല, എന്നാൽ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് ഫീൽഡാണ് ഇഷ്ടമെങ്കിൽ ഇത്തരത്തിൽ നല്ല നല്ല സ്ഥാപനങ്ങളുണ്ട്. എത്ര വലിയ സ്ഥാപനമാണെങ്കിലും റീസെല് ചെയ്യാനായിട്ട് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് അവർ പ്രോഡക്റ്റ് തരുന്നതാണ്. കാരണം അവരുടെ ഏറ്റവും വലിയ പ്രോബ്ലം ഈ ഒരു പ്രോഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇനി അതല്ലാതെ കുട്ടികളുടെ ടോയ്സ് എല്ലാം നമുക്ക് ഇത്തരത്തിൽ റീസെല് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മളുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു ഗിവ് അവേ വിന്നർ ഉണ്ട്, ഷാ എന്റർപ്രൈസസ് എന്ന് പറയുന്ന സ്ഥാപനം. അവരും ഇത്തരത്തിൽ ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഷാ എന്റർപ്രൈസസിന് ഡീറ്റെയിൽസ് പ്ലീസ് എന്ന് മെസ്സേജ് അയക്കാതെ ഞങ്ങൾക്ക് പ്രോഡക്റ്റ് ഹോൾസെയിൽ ആയിട്ട് വാങ്ങാനായിട്ട് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് അവരെ കോൺടാക്ട് ചെയ്യുക. ഇതാണ് അവരുടെ നമ്പർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ വിജയിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് റീസെല്ലിംഗ് ബിസിനസ്. തീർച്ചയായിട്ടും ഞാനും ഇപ്പോൾ ഒരുപാട് പ്രോഡക്റ്റ് റീസെല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ലിനനുസരിച്ച് ഏത് പ്രോഡക്റ്റ്, ഏത് സർവീസ് റീസെല് ചെയ്യണമെന്ന് തീരുമാനിക്കാനായിട്ട് സാധിക്കും. നല്ല രീതിയിൽ പ്രോഫിറ്റ് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഈ ഒരു കൊച്ചു വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇനി നല്ല നല്ല പുതിയ ബിസിനസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് നമുക്ക് കാണാം.